എത്താണ് അതിന്റെ കണ്ടിട്ട് ആരോ നിലത്ത് കിട്ടതാന്ന് കരുതി ഞാൻ അപ്പല്ലേ ഇത് അടിച്ചു നേരത്തെ ഞാൻ വേണ്ടി കൊണ്ടുവന്നതാ. ലോട്ടറി ഇട്ട് പോകുന്നത് എത്ര ലോട്ടറി വാങ്ങി പോകുന്നത് എനിക്ക് തുണിക്കുപ്പായിരുന്ന പൈസക്ക എല്ലാവർക്കും കിട്ടുന്നുണ്ടുള്ള പൈസക്ക കോടി കിട്ടിയാൽ ലോട്ടറി കിട്ടിയിട്ട് എത്ര ഉണ്ടാവില്ല. ലോട്ടറി ആണ് സാധനം എന്നാ ഇജ്ജ് കേട്ടോ ലോട്ടറി ആരെങ്കിലും പിന്നെ ലോട്ടറി പുതിയ ലോട്ടറി എടുത്തിട്ട് വലിയ ആളാവുന്നാണ് ഇത്. ഞാരെ കജ്ജ് കണ്ടാലും എടുക്കരുത് കിട്ടോ, മാങ്ങരുത് കിട്ടോ. ആരെങ്കിലും ഇത് എടുക്കാൻ പെടുന്നവരുണ്ട് എന്ന് വെച്ചെങ്കിലേ എടുക്കരുത് കേട്ടോക്ക് കേട്ടോക്ക്. ഒരുപാട് വ്യവസായശാലികളും പിന്നെ അതുപോലെ നല്ല നല്ല പിന്നെ പ്രമുഖന്മാരൊക്കെ ലോട്ടറി എടുത്തത് നല്ല മലയാളിമാരത് ലോട്ടറി എങ്ങാനും ഇജയ് ഞാൻ എൻ്റെ കജ്ജിലും കണ്ടാലേ ആരെങ്കിലും എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എടുക്കാൻ അയക്കരുത് കേട്ടോ. പടച്ച തമ്പുരാനെ നിങ്ങളോട് എല്ലാ നാട് വീടായ വീട് എടുക്കുന്ന ആൾക്കാരോട് എല്ലാവരും എനിക്കൊരു കാര്യം പറയാണ്ട് ലോട്ടറി എടുത്തിട്ട് ആരും വിജയിച്ചില്ല. നമുക്കൊരു 5000 കിട്ടി 2000 കിട്ടി ഇത് അത്ര കിട്ടിയല്ലോ. ഇനി നമ്മൾ എത്ര കൂടെ ചിലവാക്കുന്നുണ്ട്. ഈ പൈസ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിടാൻ പാടില്ല. ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്നവരെ എന്താ ഉണ്ടാകുക എന്നോ ആ പൈസ നമ്മൾ പൈസ അല്ലാതെ ആയിക്കാണ്ട് നമ്മളാണ് നശിച്ചു പോകും. നിങ്ങൾ ആരും വിജയിക്കും എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കണ പരിപാടികൾ എടുക്കരുത്. ഇതാ അത് വെറുതെ 10 റുപ്യ പോകാനുള്ളൂ. 500 റുപ്യ നമുക്ക് കിട്ടുമല്ലോ. 5000 ഒരിക്കൽ 5000 കിട്ടിയാൽ പിന്നെ ഞങ്ങൾ 50,000 ചിലവാക്കേണ്ടി വരും. 50,000 5 റുപ്യ കിട്ടൂല. അപ്പം ഈ വാക്കുകളാണ് കേൾക്കണം. അപ്പം ഈ വിദേശത്ത് നടക്കണപോലും മറ്റൊരു വർഷമൊക്കെ ലോട്ടറി എടുത്തുകൊണ്ട് പൈസ എടുത്തുകൂടെ? ഇതൊക്കെ അവിടെ പോയി കഷ്ടപ്പെടണം. ഇല്ല തിജുല്ല. ഈ വലിയമ്മ ഞങ്ങൾ വാങ്ങണ ലോട്ടറി മിനിമം സ്വീപ്പാക്കാനാണ് നടത്തുന്നത് നെയ്ക്കാരങ്ങൾ പറയല്. ഞാൻ നിങ്ങൾ സ്വീപ്പാക്കാനാണ് ഞങ്ങൾ നന്നാകാൻ വേണ്ടി കണ്ടാ പറഞ്ഞത്. എന്താന്നോ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു പണിയാണ്. പിന്നെ അതുമല്ല ഒരു കോടിക്കൊക്കെ കിട്ടി നോക്കി അത് പപ്പടം പൊരിച്ചമാതിരി പൊരിഞ്ഞാണ് പോണാണ്. ഈ കേൾക്കണവരുണ്ടെന്ന് വെച്ചെങ്കിൽ ഇന്ന് എനിക്കും വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വരെ എത്രയോ സബ്സ്ക്രൈബ് അതിന് പറയല് ചെറിയ കുത്തുള്ളൊക്കെ എത്തൊക്കെ ചറിയാതെന്ന് പറയല്. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ ഇവിടെ വിജയിച്ചു പോകുന്നത് എന്തുകൊണ്ടാണോ ഓരൊക്കെ സഹായം കൊണ്ട്. അല്ല എൻ്റെ നാട്ടുകാരിൻ്റെ അയലക്കാരിൻ്റെ ചുറ്റുപാട് കുടുംബക്കാരോടും അല്ല ഞാൻ ഓലിത് കണ്ടിട്ട് എൻ്റെ വാക്ക് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോസ് ചെയ്തിട്ടും ഓലിങ്ങനെ വിട്ടാണ് ഇത് വലിയതായത്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത് ലോട്ടറിനെ പറ്റിയിട്ടാണ്. ലോട്ടറി ഞാൻ കണ്ടാൽ വലിച്ചു കീറും. ഞാൻ ആരെ കുപ്പായീസി കണ്ടാൽ ഞാൻ വലിച്ചു കീറും. ലോട്ടറി എടുത്തിട്ട് കളിക്കുക ഈ ലോകത്തും പരലോകത്തും വിജയം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു.